9 വർഷം കൊണ്ട് 7 രാജ്യങ്ങൾ 18 ബില്യൺ ജനങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് നമ്മുടെ UPI മാറിയിട്ടുണ്ട്. ആളുകൾ ക്യാഷ് പേയ്മെൻറ്റിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടൂളായി, ഒരു മെത്തേഡായി, അല്ലെങ്കിൽ ഒരു ഡിവൈസായി, അല്ലെങ്കിൽ ഒരു ഘടകമായി, കമ്പോണൻ്റായി UPI മാറിയിട്ടുണ്ട്. അമേരിക്കയുടെ വിസയായിരുന്നു, വിസയും വിസ കാർഡുമായിരുന്നു ലോകത്തെ കീഴടക്കിയിരുന്നത്. ആ വിസ കാർഡിനെ കവച്ച് വെച്ചുകൊണ്ട് 18 ബില്യൺ ജനങ്ങളിലേക്ക് UPI കാർഡ് കയറുമ്പോഴാണ് വേറെ ചില ചോദ്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. നരേന്ദ്രമോദി 2015 ഇത് കൊണ്ടുവരുന്നത്, 15 അവസാനത്ത് ഡിജിറ്റൈസേഷനും ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ, ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ക്യാഷ്ലെസ് ഇന്ത്യയിലേക്ക് പോകണമെന്നുള്ള കാഴ്ചപ്പാട് വെച്ചപ്പോൾ, ഡിജിറ്റൽ ലിറ്ററസി രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഓൺലൈൻ പേയ്മെൻറ്റുകളും പേയ്മെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും ഹെൽത്തും അഗ്രികൾച്ചറും അങ്ങനെ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങൾ മാറണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ ചോദിച്ചു, 90% ആളുകളിൽ കൂടുതലും അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭാരതത്തിൽ എങ്ങനെയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് നടക്കുക? അവർ ഇനി കാർഡും കൊണ്ട് സ്വിപ്പ് ചെയ്യാൻ പോകുമോ എന്ന് ചോദിച്ചിടത്തുനിന്ന് മാറി ഇന്ന് ATM-ൽ പോയി പൈസ ഇടാം. ക്യാഷ് ഡെപ്പോസിറ്റിംഗ് മെഷീൻ ഉണ്ട്, CDM ഉണ്ട്, ക്യാഷ് എടുക്കാൻ പറ്റുന്ന ATM-കളുണ്ട്, നമുക്ക് ക്യാഷിൻ്റെ ബാലൻസ് അറിയാം, എല്ലാം അറിയാം. SBI പോലുള്ള സ്ഥാപനങ്ങൾ യൂനോ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താൻ പറ്റും. നമുക്ക് ചെക്ക് വേണ്ട, ഒപ്പിടേണ്ട, ബാങ്കിൽ പോകേണ്ട, ക്യൂ നിൽക്കേണ്ട, ഒന്നും വേണ്ട. അതിനേറെ എന്ത് പറയുന്നു, നാട്ടും പുറത്തെ സ്ത്രീകൾ, മത്സ്യം വിൽക്കുന്ന സ്ത്രീകൾ, പച്ചക്കറി വിൽപ്പന നടത്തുന്ന സ്ത്രീകൾ, തട്ടുകട നടത്തുന്നവർ എല്ലാവരും അവിടെ പോയി ചായ കുടിച്ചാൽ, മത്സ്യം വാങ്ങിയാൽ, ചീര 10 രൂപയ്ക്ക് വാങ്ങിയാൽ അവർ ഉടനെ അവരെ പാത്രത്തിലോ അല്ലെങ്കിൽ അവരവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു കാർഡ് എടുത്ത് നമ്മൾ കാണിക്കും. അതിലൊന്ന് സ്കാൻ ചെയ്താൽ നമുക്ക് പൈസ അയച്ചു കൊടുക്കാം. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇനി അവർക്ക് വേറെ എവിടെയെങ്കിലും പോയി മൊത്തമായി വാങ്ങണമെങ്കിൽ അവിടെയും സ്കാൻ ചെയ്താൽ മതി. അങ്ങനെ മനുഷ്യർ തമ്മിലുള്ള വിടവ്, ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള വിടവ് കുറച്ചുകൊണ്ട് സമ്പന്നന്മാർക്ക് മാത്രം ഒരു കാലഘട്ടത്തിൽ അഫോർഡബിൾ ആയിരുന്ന കമ്പ്യൂട്ടറിനെയും ഡിജിറ്റൽ പേയ്മെൻറ്റ് വ്യവസ്ഥകളെയും ഒക്കെ വളരെ സാധാരണക്കാർ, ഇന്ത്യയിലെ ജനകോടികൾ വരുന്ന സാധാരണക്കാർക്ക് എത്തിച്ചത് ഹൈ ലെവലുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഗ്രാമങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ട്, അതുപോലെ തന്നെ കാർഡും ഹെൽത്തും പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ വളരെ വലിയ തോതിലുള്ള ഇടപെടലുകളാണ് മോഡി രാജ്യത്ത് നടപ്പിലാക്കിയത്. നമുക്കൊരു പക്ഷേ സംഘീയാണ്, ചാണകമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വർഗീയത എന്നൊക്കെ പറഞ്ഞ് കളയുമ്പോഴും 9 വർഷത്തെ 10 വർഷത്തെ അധ്വാനം കൊണ്ട് ലോക എക്കോണമിയിൽ വലിയ മാറ്റമാണ് ഡിജിറ്റൽ ഇന്ത്യ വരുത്തിയിട്ടുള്ളത്. ഇത് നോക്കി ലോകത്തിലെ രാജ്യങ്ങൾ നമ്മെ നോക്കി പറയും, നിങ്ങളെ രാജ്യങ്ങൾ ഒരു കാലത്ത് പൂജയും അതുപോലെ തന്നെ നിങ്ങൾ തെരുവിൽ കിടക്കുന്ന പിച്ചക്കാരുടെയും യാചകരുടെയും ദരിദ്രന്മാരുടെയും വിദ്യാഭ്യാസമില്ലാത്തവരുടെയും ഒരു രാജ്യമാണെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ കളിയാക്കിയിരുന്നവർ ഇപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണിത് നേടുന്നത്? ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് നിങ്ങൾ എങ്ങനെ പോകുന്നു? 18 ബില്യൺ ജനങ്ങൾ, 7 രാജ്യങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടെക്നോളജിയെ അല്ലെങ്കിൽ ഈ ഒരു മണി ട്രാൻസ്ഫറിങ് സിസ്റ്റത്തെ ഉൾക്കൊള്ളുന്നത്, UPI പോലുള്ള ഗൂഗിൾ പേ പോലുള്ള സംവിധാനത്തെ ഉൾക്കൊള്ളുന്നത് എന്ന് അറിയുന്നത് വളരെ വലിയ ആവേശമാണ്. എന്തായാലും ഡിജിറ്റൽ ഇന്ത്യ ലോകത്ത് ഗൗരവമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ വിസ കാർഡാണ് അവരുടെ നമ്മുടെ പണം സ്വീപ്പ് ചെയ്യാനും എടുക്കാനും പറ്റുന്ന മണി ട്രാൻസ്ഫറിനുള്ള അല്ലെങ്കിൽ പണം എടുക്കാൻ കഴിയുന്ന വിസ കാർഡുണ്ട്. അതിനെയും കവച്ച് വെച്ചുകൊണ്ടുള്ള ATM കാർഡുകളെ, വിസ കാർഡിനെയൊക്കെ കവച്ച് വയ്ക്കുന്ന രീതിയിലുള്ള മനോഹരമായ UPI സംവിധാനം വന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലോകത്ത് ഭിക്ഷക്കാരുടെയും അല്ലെങ്കിൽ കൈനീട്ടുന്നവരുടെയും അമിതമായി ഭക്ഷണം കഴിക്കുന്നവരുടെയും കുളിക്കാത്തവരുടെയൊക്കെ രാജ്യമെന്ന് പറഞ്ഞ് നമ്മെ കളിയാക്കിയിരുന്ന സായിപ്പന്മാരെ നിങ്ങൾ നോക്കൂ, ഞങ്ങളും മോഡേണായി, ഞങ്ങളും ഡിജിറ്റലായിട്ടുണ്ട്, ഞങ്ങളും നിങ്ങളെക്കാൾ ഉയരത്തിലാണ്, ഞങ്ങളുടെ ജൈത്രയാത്ര ഞങ്ങൾ തുടരുകയാണ്. തീർച്ചയായും വലിയ വാർത്തയാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന വാർത്തയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കൗതുകമെന്ന് പറയുന്നത്, ഇങ്ങനെ ഡിജിറ്റൽ ഇന്ത്യയൊക്കെ വരുമ്പോൾ അത് വളരെ സമ്പന്നർ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, വളരെ സാധാരണക്കാർ, വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന, തേങ്ങ ഇടാൻ വരുന്ന ആളിനും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു തെങ്ങിലാണ് കയറുന്നെങ്കിൽ 80-100 രൂപ കൊടുക്കണ്ട, പകരം അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് ഗൂഗിൾ പേയിലേക്ക് പൈസ അയച്ചാൽ മതി. എല്ലാവരും ഹാപ്പിയാണ്. പണം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല, കള്ളന്മാരെ പേടിക്കേണ്ട കാര്യമില്ല. വളരെ വളരെ ഹാപ്പി ആയിട്ടൊരു ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് പി ചിദംബരം പറഞ്ഞ കാര്യവും നമ്മൾ ഓർത്തിരിക്കണം. പി ചിദംബരം പറഞ്ഞത് എങ്ങനെയാണ് ഇന്ത്യയിൽ ദരിദ്ര കോടികൾ
ഈ ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് വരാൻ കഴിയുക? അവർക്ക് നെറ്റ് ഉണ്ടോ, അവർക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ, അവർക്ക് ടച്ചിങ് ഫോൺ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച്, സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെടുത്തുനിന്ന് മാറി ഇന്ന് 1ഉം 2ഉം ഫോൺ നമ്പർ ഇല്ലാത്ത, മൊബൈൽ നമ്പർ ഇല്ലാത്തവർ കുറവാണ്. സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർ വളരെ കുറവാണ്. ഇന്നവർ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ ഗൂഗിൾ പേയിലും യോനോയിലും പിന്നെ അങ്ങനെ ഓരോരോ മേഖലകളിലായി അവർ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കിട്ടിയെന്ന വാർത്ത വിസയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 7ഓളം രാജ്യങ്ങളിൽ 18 ബില്യൺ ജനങ്ങളിലേക്കുള്ള സ്വീകാര്യതയിലേക്ക് നമ്മുടെ UPI സിസ്റ്റം വളർന്നിട്ടുണ്ടെന്ന് പറയുന്നത് ലോകത്ത് നമുക്ക് ആ മേഖലയിൽ തല ഉയർത്തി തന്നെ നിൽക്കാം. ഞങ്ങളും സയൻസിൽ, സാങ്കേതികവിദ്യയിൽ, ബാങ്കിങ് മേഖലയിൽ, മണി ട്രാൻസ്ഫർ മേഖലയിൽ ഞങ്ങളും ഒന്നാമതാണെന്ന് പറയാനുള്ള അഭിമാനബോധത്തിലേക്ക് രാജ്യം വളരുമ്പോൾ ഏതൊരു ഭാരതീയനും അതിൽ അഭിമാനിക്കാം.